Hey my darlings, welcome back to another video. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു കുറേ ദിവസത്തുള്ള ഒരു ആഗ്രഹമാണ് ഞാൻ ഇന്ന് എന്താ പറയാ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറേ ദിവസമായിട്ട് എനിക്ക് മൂക്കുത്തിനെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഈ റെഗുലർ ആയിട്ട് എപ്പോഴും എനിക്ക് ഈ മൂക്കടുപ്പും കോൾഡും ഡസ്റ്റ് അലർജി ഒക്കെ ഉള്ളതുകൊണ്ട് മൂക്കടുപ്പൊക്കെ വരുന്നത് കൊണ്ട് ഇത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ചെയ്യാണ്ടിരുന്നത്. പിന്നെ നല്ല പെയിനും കൂടി ആയിരിക്കുമല്ലോ, അപ്പൊ അതും കൂടി ഓർത്തിട്ടാണ് ഞാൻ ഇതുവരെ മൂക്കുത്താണ്ടിരുന്നത്. അപ്പൊ ഇന്ന് എനിക്ക് എവിടെ നിൽക്കോ ഒരു ധൈര്യം വന്നു. ലൈക്ക് കുറച്ച് ദിവസമായിട്ടില്ല, ഒരു കഴിഞ്ഞ ഒരു വീക്കായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം അങ്ങോട്ട് കുത്തിയേക്കാം എന്ന് വെച്ചിട്ട്. സോ അന്ന് നമ്മളിപ്പോ മൂക്കുത്തുന്ന ഒരു വ്ളോഗാണ് കാണാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഇന്ന് ന്യൂ ഇയർ ആണ്, ഞാൻ ന്യൂ ഇയറുടെ അന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ഇന്ന് പോവാൻ പോകുന്നത് MG റോഡിലെ ഭീമ ജ്വല്ലറി ഷോപ്പിലാണ് പോകുന്നത്. ഞാൻ എങ്ങനെയാണ് ഗൺ ഷോട്ട് അല്ല കേട്ടോ ചെയ്യുന്നത്, മാനുവലി നമ്മൾ തട്ടാനിട്ട് ചെയ്യുക, അങ്ങനെയാണ് കുത്തുന്നത്. കാര്യം ഗൺ ഷോട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താണെന്നറിയോ, ഞാൻ ഓൾറെഡി ഈ സെക്കൻഡ് സ്റ്റെഡ് രണ്ടും അങ്ങനെ ഗൺ ഷോട്ട് ചെയ്താണ്. ഗൺ ഷോട്ട് ചെയ്തപ്പോഴത്തേനെ പഴുപ്പ് വന്നു. സോ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ 10 ദിവസം ആ ഒരു മൂക്കുത്തി തന്നെ ഇടേണ്ടി വരും. സോ അതുകൊണ്ട് ഞാൻ തട്ടാനിട്ട് തന്നെ ചെയ്യാമെന്നുള്ള രീതിക്കാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. സോ അപ്പൊ ഞാനിപ്പോ കാറിലാണ്, അച്ഛനമ്മയും വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോ അവര് വന്നിട്ട് നമ്മൾ ഇറങ്ങുന്നതായിരിക്കും. സോ ഇതാണ് വ്ളോഗിൽ കാണാൻ പോകുന്നത്. ഇനി ബാക്കി എല്ലാം ഞാനിപ്പോ ഒരു ആവേശത്തിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയതാട്ടോ, നമുക്കതാ കുത്താന്നുള്ള രീതിക്ക്. പക്ഷെ അവിടെ പോയി കഴിയുമ്പോ ഞാൻ പേടിച്ചടങ്ങോ, എന്റെ പൊന്നോ, എനിക്ക് സത്യമായിട്ട് അറിയില്ല, ഭയങ്കര പേടിയാവുന്നുണ്ട്. നോക്കാം എങ്ങനെയാന്നുള്ളത്. എസ്പെഷ്യലി മൂക്കും കൂടി ആയതുകൊണ്ട് എന്നെ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് എനിക്കൊരു പേടി. അപ്പോ ബാക്കി നമുക്ക് നോക്കാം, എനിക്ക് ചേരുവോ ഇല്ലയോ എന്നുള്ളത് പോലും എനിക്ക് അറിയത്തില്ല. കുഞ്ഞു മൂക്കുത്തി ആയിരിക്കൂട്ടോ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. കുഞ്ഞായിരിക്കോളൂ, വലുതൊന്നും എടുക്കത്തില്ല, കുഞ്ഞു എടുക്കോളൂ. നോക്കാം എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇനി ബാക്കി അവിടെ വെച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ്. ആരാ? ചെവി കേക്കില്ലേ? ആരാന്ന്? ഞാനൊരു വഴിപോക്കനാ. സോ ഗൈസ്, നമ്മൾ എത്താൻ പോവാണ്. നമ്മുടെ എത്തിരിക്കാണ്. ധൈര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല, നോക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഭീമയിലെത്തി കാർ പാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറിയപ്പോഴാണ് അവർ പറഞ്ഞത് നമുക്ക് വീഡിയോ അവിടെ അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ട്. സോ നമ്മൾ നേരെ ഡയമണ്ട് സെക്ഷനിലേക്ക് പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയമണ്ട് മൂക്കുത്തി മേടിച്ച് ഞങ്ങൾ നേരെ താഴേക്ക് വന്ന് തട്ടാൻ്റെ ഇവിടെ വന്നു കേട്ടോ. ഇതാട്ടോ നമ്മുടെ തട്ടാൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഏറ്റവും ബേസ്മെൻറ്റിലാണ്. സോ നമ്മളിവിടേക്ക് നമ്മളെത്തും. സോ ചേട്ടൻ മൂക്കുത്തി ഒന്ന് കുത്തുന്നതിന് മുന്നേ തന്നെ ഏത് പ്ലേസിൽ വേണമെന്നുള്ളത് പേന വെച്ച് ജസ്റ്റ് മാർക്ക് ചെയ്യാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ചേട്ടൻ മൂക്കുത്തി എടുത്ത് കുത്തുന്നത്. ചേട്ടാ കുത്താൻ പോവല്ലേ? അങ്ങോട്ട് ഇതായി കഴിഞ്ഞാലേ അതെ ഹോളില് മാറാൻ പാടില്ല. ഇടാൻ പോണോ? അല്ല, ഞാൻ വന്നിട്ടില്ല. കണ്ണ് തുറന്നു ക്യാമറയ്ക്ക്. അല്ല, അങ്ങനെ മുഖമൊക്കെ പാവമൊക്കെ മാറി കഴിഞ്ഞാൽ പിന്നെ ഇത് പറ്റില്ലല്ലേ? ഫ്രീ ആയിട്ടിരുന്നാ മതി. എവിടുന്ന വരുന്നേ? വീടോടെ? വീട് എവിടെയാ ചേട്ടാ? മാറി കൈ തട്ടുകയും ചെയ്യരുതേ. ചെറിയ പേടിക്കണ്ട, ഇനിയൊന്നുമില്ല. പേടിച്ചിട്ട് പോകുന്ന
ഇനിയിപ്പോൾ കല്ലുപ്പിട്ട് തിളപ്പിച്ചാലേ വെള്ളം ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം. എപ്പോഴും തൊട്ട് പിടിച്ചൊന്നും നോക്കരുത് കേട്ടോ. ചേട്ടൻ പറഞ്ഞു ഒന്നും ഞാൻ കേട്ടില്ല. കൊള്ളാമോ? നല്ല രസം. ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം. ഇന്നാ കല്ലുപ്പിട്ട് തിളപ്പിച്ചാലേ ചേട്ടാ വേദന ഉണ്ടാവും കേട്ടോ രാത്രി. കൊള്ളാമോ? സോ ഇത് വന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് എടുത്ത സ്റ്റിൽസ് ആട്ടോ. എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല അധികം. ആൻഡ് ഞങ്ങൾ ആ വഴി നേരെ അവിടെ നമ്മുടെ MG റോഡിലെ താൽ എന്ന് പറയുന്ന ഒരു സൂപ്പറായിട്ടുള്ളൊരു ഹോട്ടലിൽ കയറി. അവിടെ കയറിയിട്ട് ഞങ്ങൾ അവിടുത്തെ ഡിന്നറും കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഡിന്നർ ഞങ്ങൾ ഓർഡർ ചെയ്തത് വേറെ ഒന്നുമല്ല, എല്ലാവരും പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. ഞാൻ ഡ്രാഗൺ ചിക്കൻ ഓർഡർ ചെയ്തു. അച്ഛൻ വന്നിട്ട് ഹണി ഗ്ലേസ് ചിക്കൻ, ആൻഡ് അമ്മ വന്നിട്ട് ഗ്രീൻ പീസ് കറി ആയിരുന്നു. എല്ലാവരും പൊറോട്ട തന്നെയായിരുന്നു. സോ അങ്ങനെ ഡിന്നർ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. സോ അങ്ങനെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. അന്നത്തെ ആ ഒരു ഡേ എൻജോയ്. സോ ഗായ്സ്, സോ അപ്പോൾ എനിക്ക് ഇന്നലെ വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ ഇന്ന് ഫ്രഷായ അപ്പം തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാവും. ഇത് കുത്തിയ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തി ആ ഒരു സമയത്ത് മാത്രമാണ് കേട്ടോ വേദന വന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ, പിന്നെ ആണിയിടുന്ന സമയത്ത് ഇങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ വെച്ചപ്പോൾ ആണിയിടുന്ന സമയത്ത് എനിക്ക് നല്ലോണം ഒന്ന് വേദനിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുഴപ്പമില്ല, ഇപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഗൺ ഷോട്ട് ചെയ്യാത്തത് കൊണ്ട് അധികം പഴുപ്പ് വരാൻ ചാൻസസ് ഇല്ല. ബട്ട് എന്നാലും ചിലവർക്ക് ഇത് ഡയമണ്ട് 18 ക്യാരറ്റ് ആയതുകൊണ്ട് ഡയറക്റ്റായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഇടുമ്പോൾ ചിലവർക്ക് അത് പിടിക്കത്തില്ല. സോ അതുകൊണ്ട് എനിക്കെങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ നമുക്ക് നോക്കണം. ഇതുവരെ അറ്റ് പ്രസൻറ്റ് എനിക്കൊരു ഇഷ്യൂ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യം ആ പുള്ളിക്കാരെ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ വീഡിയോ തന്നെ കണ്ടിട്ടുണ്ടാവും. പിന്നെ രണ്ടും കൽപ്പിച്ച് ഓക്കെ ഒരു വേദനയില്ലേ, സാരില്ല, ഒരു നല്ല കാര്യത്തിലല്ലേ എന്ന് വെച്ചിട്ട് കണ്ണും പൂട്ടിയിരുന്നപ്പോഴത്തേന് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തുള്ള ഒരു പെയിൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഗൺ ഷോട്ട് ആകുമ്പോൾ ഞാനിവിടെ സെക്കൻഡ് സ്റ്റഡ് കുത്തിയതിൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഗൺ ഷോട്ട് ആകുമ്പോൾ കുറച്ചും കൂടി എനിക്ക് കുറച്ചും കൂടി നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് പെയിൻ ഉണ്ടാവില്ല. ബട്ട് അത് കഴിഞ്ഞ് എൻ്റെ പൊന്നോ സത്യം ഞാൻ പറയണ മൂക്കുത്തിക്ക് ഞാനത് കുത്തിയപ്പോൾ എനിക്ക് ആ ഒരു പെയിൻ ഫീൽ ചെയ്തില്ല. ഗൺ ഷോട്ട് ആയതുകൊണ്ട് പിന്നെ അതിൽ ഇങ്ങനെ വിങ്ങിയുള്ള കുത്തലായിരുന്നു. പിന്നെ എനിക്ക് കാതൊക്കെ പഴുത്തിരുന്നായിരുന്നു ആ സമയത്ത്. അപ്പം അതുകൊണ്ട് ആ ഒരു പെയിൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. ബട്ട് അതെനിക്ക് അതിൻ്റെ അത്രയൊന്നും ഇല്ല. സോ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ പറഞ്ഞ പോലെ ഞാനൊരു ചെറിയ മൂക്കുത്തിയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇത് വന്നിട്ട് 0.4 ആണ്. എനിക്ക് ആദ്യം പുള്ളിക്കാരൻ 0.6 തന്നു. 0.6 തരുമ്പോൾ എന്താ വെച്ചാൽ എനിക്കൊരു പേടി, പലതെങ്ങാനും എനിക്ക് ചേർന്നില്ലെങ്കിലും ഇപ്പോൾ ആദ്യമേ തന്നെ ഒരു കുഞ്ഞു തുറന്ന് മേടിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് മോഡേൺ ഡ്രസ്സസിനൊക്കെ അത് മാച്ച് ആവും. സോ എപ്പോഴും ഒരു കുഞ്ഞതിരിക്കട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ മേടിച്ചതാണ്. ഇനി നമുക്ക് ഗോയിങ് ഫോർവേഡ് ഫ്യൂച്ചറിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വലുത് മേടിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് എനിക്കൊരു കൺഫ്യൂഷൻ വന്നു വെച്ചാൽ ലെഫ്റ്റ് സൈഡാണോ കുത്തേണ്ടത്, റൈറ്റ് സൈഡാണോ കുത്തേണ്ടത്. കാര്യം ഞാൻ ഇവിടെ നിന്ന് പോയത് എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്ത് പോയതെന്ന് വെച്ചാൽ റൈറ്റ് സൈഡ് കുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ പോയപ്പോൾ ചേട്ടൻ പറഞ്ഞു ലെഫ്റ്റ് സൈഡ്. അവരല്ലേ ലെഫ്റ്റ് സൈഡോ ചേട്ടാ, റൈറ്റ് അല്ലേ? ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്താൽ പോയത്. കാരണം എനിക്ക് റൈറ്റ് എപ്പോഴും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഞാൻ ഫോട്ടോ ഒക്കെ ചെയ്യുമ്പോൾ ഫോട്ടോസിലൊക്കെ പോസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് ആയിരിക്കും എപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു നോക്കി റൈറ്റിൽ കുത്തിക്കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും എന്ന് ഓർത്തിട്ട്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇല്ല, നോർമലി ലെഫ്റ്റാണ് എല്ലാവരും ചെയ്യാറ്, ബട്ട് ചിലവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ റൈറ്റും കുത്താറുണ്ടെന്ന് ആ ചേട്ടൻ പറഞ്ഞു. മോളുടെ ഇഷ്ടം മോള് പറയാന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഡൗട്ടായി, ദൈവമേ. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ കുത്തിയതിൻ്റെ ഫോട്ടോ ഒക്കെ നോക്കിയപ്പോൾ അവൾ ലെഫ്റ്റ് കുത്തിയേക്കുന്നു. അപ്പോഴത്തേനും ഓക്കെ ശരി, എന്നാൽ പിന്നെ നമുക്ക് ലെഫ്റ്റ് കുത്താം. എനിക്ക് റൈറ്റ് കുത്തണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ആദ്യമായിട്ടല്ലേ. അപ്പം ഞാൻ പിന്നെ ലെഫ്റ്റ് അങ്ങോട്ട് കുത്തി കേട്ടോ. ലെഫ്റ്റ് കുത്തി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സിനെ കഥ കഴിഞ്ഞിട്ട് വന്നിട്ടും വിളിച്ചു, ലെഫ്റ്റാണോ റൈറ്റാണോ. ഇപ്പോൾ ചില 2 ഫ്രണ്ട്സും ലെഫ്റ്റാണ് കുത്തിയേക്കുന്നത്, ഒരു കുട്ടി മാത്രം റൈറ്റ് മൂക്കുത്തിയിട്ടുണ്ടായിരുന്നു. സോ അത് കുഴപ്പമൊന്നുമില്ല, ഇത് നല്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു, കണ്ടപ്പോൾ ഞാൻ വീഡിയോ കോളൊക്കെ ഫ്രണ്ടിനെ കാണിച്ചു കൊടുത്തപ്പോൾ ഇല്ല ലെഫ്റ്റ് നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ആശ്വാസമായി. സോ ആ ഒരു ഇത് മാത്രമേ അവിടെ ആദ്യം. അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്ത് കുത്തുന്നതിന് മുന്നേ ജസ്റ്റ് മാർക്ക് ചെയ്ത് തന്നു എനിക്ക് ഇപ്പോഴത്തെ ലെഫ്റ്റ് സൈഡും ഇപ്പുറത്തെ സൈഡും പേന വെച്ചിട്ടില്ല. ഒരു മണി ഇതുപോലെ ഒരു പൊട്ടിൻ്റെ, നമ്മൾ ഈ ചെറിയ പൊട്ടില്ല, ആ ഒരു പൊട്ട് പോലെ ഇവിടെ ഇങ്ങനെ വെച്ച് തന്നു ഏതാണ് ഭംഗിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചേട്ടൻ ഇവിടെ കുത്തിയത്. സോ അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. പിന്നെ വേദന കൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഓർത്ത് പേടിച്ച് നിങ്ങൾ പോവാതെ, കുത്താനായിട്ട് മടി പിടിച്ചവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ
ഒരു കുഴപ്പമില്ല. തട്ടാറ്റെടുത്ത ആ ഒരു സമയത്തുള്ള ഒരു പെയിൻ മാത്രമേ ഉള്ളൂ. ഞാനും അത് ഓർത്തിട്ടാണ് ഞാനും ഇങ്ങനെ നിന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ അത് ആലോചിച്ചിട്ട് ആരും പോവാതിരിക്കരുത്. ആ ഒരു സമയത്ത് ഒരു പെയിൻ മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിയുമ്പോൾ റെഡി ആയിക്കോളും. പിന്നെ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു മൂക്കുത്തി കിട്ടും. സോ മൂക്കുത്താൻ ആഗ്രഹമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി മൂക്കുത്തിക്കോളൂ. അപ്പോൾ ഇതാണ് ഈ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ ഫ്രം പവി.